ഇവിടുന്ന് വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പാപ്പനംകോട് അല്ല പ്രാവച്ചമ്പലം പോകുന്ന റോഡ് വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ. ഇടത്തോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കാട്ടാക്കട. ഇപ്പം നമ്മൾ ഊരുട്ടമ്പലം റോഡിലേക്ക് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഊരുട്ടമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ആലിരിക്കുന്നതാണ് ജംഗ്ഷൻ. ഈ വലത്തോട്ട് ഇവിടുന്ന് ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ കാട്ടാക്കട പോകും. വലത്തോട്ട് വേണ്ട ഈ വാന് പോകുന്നുണ്ടോ, ജമ്പ പോകുന്ന ഈ വഴി നമ്മുടെ ബാലരാമപുരം. ഇതാണ് ഊരുട്ടമ്പലം ജംഗ്ഷൻ. ഇവിടെ കുറേ ആട്ടകൾ ഇതൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കട, ചെറിയൊരു ചായക്കട ഇവിടെ ഉണ്ട്, നാടൻ ചായത്തട്ട്. പിന്നെ പലചരക്കട, പെയിൻറ് കട. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ചന്ത പകൽ സമയത്തേ ഉള്ളൂ. പകലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പകൽ തന്നെയാണ്. രാവിലെ ഒരു ഉച്ച വരെ ഒരു തണുപ്പിലാണ്. അവിടെ ഈ സൈഡിൽ ശരിക്കും മാങ്ങ, ഫ്രൂട്ട്സുകൾ ഇഷ്ടംപോലെ. ഇവിടെ ഒരു അമ്മച്ചി മീൻ വയ്ക്കുന്നുണ്ട്. കൊഴിയാള് ഇതാണ് മാർക്കറ്റ്, മീൻ മാർക്കറ്റ്. അവിടെ അയിലയും കൊഴിയാളയും നെത്തോലിയാണ്. ഒരുപാട് ഇതായിട്ട് വേണ്ട. നമുക്ക് ഈ അവിടെ ഒരു പള്ളിയുണ്ട് വലത്തെ ഭാഗത്ത്. ചേമ്പാവട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഡ്രൈവറുടെ കൂടെ പോകുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഓപ്പൺ ആയിട്ടില്ല. അത് ഒരു പെട്രോൾ പമ്പൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ചേമ്പാവട്ടം. ചേമ്പാവട്ടം റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസ്. ചേമ്പാവട്ടം റെയിൽവേ ക്രോസ്. നമ്മൾ ബാലരാമപുരത്തിൻ്റെ താഴെയായിട്ട് ഊരുട്ടമ്പലം പോകുന്ന റോഡ്, അതായത് കാട്ടാക്കടയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള റോഡ്. ബസ്, ടെമ്പോ, ലോറി എല്ലാം പണ്ടത്തെ സെറ്റപ്പില്ലേ ആണ് റെയിൽവേ ക്രോസ്. ചേമ്പാവട്ടം റെയിൽവേ ക്രോസ്. ചേമ്പാവട്ടം റെയിൽവേ ക്രോസ്. ചേമ്പാവട്ടം റെയിൽവേ ക്രോസ് കണ്ടോ? ബാലരാമപുരം. ബാലരാമപുരം. നമ്മൾ ചേമ്പാവട്ടത്ത് നിന്ന് ബാലരാമപുരത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ബാലരാപുരം മുത്താരമ്മ ക്ഷേത്രം, മുത്താരമ്മൻ കോവിൽ. ഇവിടെ ഒരുപാട് തെരുവുകൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതൊരു അരി ഗോഡൗണാണ്, അരി ഗോഡൗൺ. അതുകൊണ്ട് അവിടെ ഒരു പച്ചക്കറി കട. മൊത്തം ആട്ടോ സ്റ്റാൻഡ്. മൊത്തം ബ്ലോക്കാണ്. ഇവിടെ കുറേ നേരമായി നമ്മൾ വന്ന് 10 മിനിറ്റോളം ആയി കാണും ഇവിടെ തന്നെ ബ്ലോക്കായിട്ട്. റോഡ് റോഡ് 4 മുക്ക് തിരിയുന്ന റോഡാണ്. തിരുവനന്തപുരം കാട്ടാക്കട, നെയ്യാറ്റിൻകര, വിഴിഞ്ഞം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾക്ക് ഇനി നേരെ പോകാനോ വിഴിഞ്ഞ റോഡ്. വിഴിഞ്ഞ റോഡ് നമ്മൾ വലത്ത് സൈഡിലോട്ട് പോയാൽ തിരുവനന്തപുരം, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര. ഇതാണ് നെയ്യാറ്റിൻകര പോകുന്ന റോഡാണ്. ഇത് വിഴിഞ്ഞ റോഡ്. വിഴിഞ്ഞ റോഡ് അത് തിരുവനന്തപുരം. ഇതിപ്പോ നമ്മള് ബാലരാപുരം ജംഗ്ഷൻ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതൊരു മുസ്ലിം പള്ളി ഉണ്ടോ? ഇവിടെ നല്ലൊരു പള്ളി, അടിപൊളി പള്ളി ഇതായിരിക്കും ബാലരാപുരം ജംഗ്ഷൻ. ഇതാണ്ട് സ്മെല്ല് വരുന്നുണ്ടോ? നല്ല അടിപൊളി സ്പ്രേയുടെ അത്തർ. അതിനുള്ളിലത്തെ ഇന്നാള് കയറിയടാ ഇതുപോലെ ഇവിടെ ഒരുപാട് ദൂരം. ഈ സ്ഥലത്തിന്റെ പേരെന്തിനാണ്? ഇവിടെ ഒരു നല്ലൊരു സിറ്റിയാണത്. ഉച്ചക്കട ചന്ത എന്നൊക്കെ പറയൂലേ? ഉച്ചക്കടയാണ്. ആഴിമല ഇനി കുറച്ചുകൂടെ പോകണം. ഇതൊരു സ്കൂളാണ്, ഉച്ചക്കട സ്കൂള്. നല്ല അടിപൊളി മീനൊക്കെ നല്ല ചായക്കട, സൂപ്പർ ചായക്കട. കരിമീൻ പൊള്ളിച്ചത്, ചപ്പച്ചവറ് എല്ലാം ഇവിടുന്നാണ്. ഇവിടുന്നുണ്ട്. അതാണ് താഴെ വിഴിഞ്ഞം. വിഴിഞ്ഞം ഇതുവഴിയാണ്. 1 കിലോമീറ്റർ നേരെ പോയിട്ട് വലത്തോട്ട് തിരിയണോ? ഇത് നമ്മൾ നേരെ ആഴിമല പോകാൻ വേണ്ടിയിട്ടുള്ളത്. താഴെക്കൂടി കാണുന്നത് കന്യാകുമാരി പോകുന്ന റോഡാണ്. താഴെ കാണുന്നത് നല്ല പച്ചപ്പാട്ടുള്ള മരങ്ങളും തെങ്ങും എല്ലാം ഉണ്ട്. 4 വരി പാതയാണത് വിഴിഞ്ഞം. ഇനി എങ്ങോട്ട് പോകണം? നാവറോല് നേരെ കന്യാകുമാരി, കാരോട്ട് വില്ലേജ് ഭാഗങ്ങളാണ്. വില്ലേജ് തിരുനെൽവേലി 135 കിലോമീറ്റർ, മധുര 297 കിലോമീറ്റർ. മധുര ഇവിടെ വലത്തോട്ടാ ആ സ്ഥലം കൂടി കാണിക്കണം. അത് നമ്മള് കന്യാകുമാരി പോകുന്ന റോഡ്.
ഹൈവേ വണ്ടി ഹൈവേ പോകുന്ന റോഡാണ്. മൂത്തല്ലേ നമുക്ക് ആഴിമല നേരെ എഴുതി വെച്ചിരിക്കുന്നു. എവിടെ ആഴിമല ക്ഷേത്രം. നമ്മൾ ആഴിമല ക്ഷേത്രത്തിൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ കണ്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല. ഇവിടെയൊക്കെ മീൻ വെച്ച് വയ്ക്കുന്നുണ്ട്. അതെ, നവര പുളിങ്കുടി ഇല്ലേ? ഇടത്തോട്ട എടുത്തോട്ട് ആഴിമലയ്ക്കാണ് പോയി. ആഴിമല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ പലഹാര ഐറ്റങ്ങളെല്ലാം ഉണ്ട്. കാരണം ഈ സൈഡിൽ ഇഷ്ടംപോലെ പലഹാര ഐറ്റങ്ങൾ ഉണ്ടോ? നമുക്ക് എവിടെയാണ് വണ്ടി ഇടുന്നത്? കുഴപ്പമില്ല, പോവോ? പോവോ വണ്ടി? താഴെ കാറുന്നുണ്ട്. അതല്ലേ ചോദിച്ചത്. ഉണ്ടോ കടലൊക്കെ കാണുന്നുണ്ടോ? ആഴിമല കടലൊക്കെ കാണാം. ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ കടലെല്ലാം കാണാം. കടൽ കാണുന്നുണ്ടോ? പൊളിച്ച് ശിവൻ കാണാം. എവിടെയാണ് വണ്ടി പാർക്ക് ഇടാൻ പറ്റും വണ്ടി? ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. നമ്മൾ ബീച്ചാണ് കാണുന്നത്. ബീച്ചിൻ്റെ അവിടെ വള്ളങ്ങളെല്ലാം കിടക്കുന്ന കാണാം. ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ പാർക്കൊക്കെ കാണാം. അതുപോലെ അവിടെ കുറേ തെങ്ങ് കാണാം. ഇതൊക്കെ ടൂറിസ്റ്റ് താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വണ്ടിയിലാണ്ട് ഇതാ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കും. സഫാരി കാണുന്നത്. കടൽ അടിക്കുന്ന അടി നോക്കും. അതിശക്തമായ കടൽ അല്ലേ? അതിശക്തമായ കടൽ. തെങ്ങൊക്കെ വേണ്ട, ഒരു തെങ്ങിൻ്റെ മണ്ടയില്ല. 3 മൂട് തെങ്ങ് ഇപ്പോൾ ഉണ്ട്.
കടലിൽ എന്തോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെന്തിനാണ് കടലിൽ ഫോൺ ഇട്ടിരിക്കുന്നത്? അതെന്തിനാണ് അത് അങ്ങോട്ട് ആഴം കൂടുതലാണ്? പോകരുത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഡേഞ്ചർ ഏരിയ വേറെ ഉണ്ടാവും. ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ട് അതിന് ഇട്ടിരിക്കുന്നത് അല്ലേ? അങ്ങ് മുതലേ ഇട്ടിരിക്കുന്നുണ്ട്, അപ്പം മുതലേ ഇട്ടിരിക്കുന്നുണ്ട്. ഓ, പാറ ഉള്ളതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ. വള്ളമൊക്കെ ഇങ്ങോട്ട് നിയന്ത്രണം തെറ്റി ഇങ്ങോട്ട് വരുന്നു കഴിഞ്ഞാൽ പാറയിലൊന്ന് അടിക്കും, അതുകൊണ്ടായിരിക്കും അവർ ഫോൺ ഇട്ടിരിക്കുന്നത് അല്ലേ? ഓ, അങ്ങ് അറ്റം മുതലേ ഇട്ടിരിക്കും. താഴെ ഇറങ്ങാൻ പറ്റൂലല്ലേ? അവിടെയൊക്കെ അപകടം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടി വെച്ചിരിക്കുക, ഒരു ചുമലക്കൊടി ആ സൈഡിലൊക്കെ വെച്ചിരിക്കുക. വെള്ളം അടിച്ച് കയറുന്നുണ്ട്, അതുകൊണ്ട് നല്ല തിര അടിച്ചിങ്ങനെ അതുകൊണ്ട് ആ സൈഡിൽ കൂടിയൊക്കെ അടിച്ച് ഇങ്ങനെ കയറുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്, ആ സൈഡിൽ കൂടിയൊക്കെ വെള്ളം ഇങ്ങനെ കയറുന്നുണ്ട്. കണ്ടോ? ഒരുപാടുണ്ട് ഈ സൈഡിലോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ. ഇപ്പം പാറക്കെട്ടാണ്, അതാണ് മറ്റേ കോണ ഇട്ടിരിക്കുന്നത്. കേട്ടോ, ഇങ്ങോട്ട് വള്ളങ്ങളോ ബോട്ടോ പറ്റും. എനിക്ക് കൊള്ളാം. അവന്മാര് തിരക്ക് ഇവിടെ ഇതൊരു ക്ഷേത്രമാണ്. എടുത്തു ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇതിന്റെ വലിയ ഫോട്ടോ അടിച്ചു ഫ്ലാഷ് അടിച്ചിട്ട് ക്ലിയർ ഇല്ല.